മാതാവാണ്. ആ പെണ്ണിന് വീട്ടിലെ കുടുംബഭാരം മറ്റു കാര്യങ്ങൾ ടെൻഷൻസ്, സ്വന്തം ഭർത്താവില്ലാതെ ജീവിക്കാൻ ടെൻഷൻസ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകും. എങ്ങനെ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ള കാര്യം വലിയ വിഷയം തന്നെയാണ്. അതുകൊണ്ട് 2 മാസം 3 മാസം 4 മാസമൊക്കെ ഉമർ റളിയല്ലാഹു അൻഹു ഭാര്യനെ വിട്ട് ജീവിക്കാനുള്ള കണക്കിന് കാലാവധി നിശ്ചയിച്ചത് പട്ടാളക്കാർക്ക് വേണ്ടിയാണ്. ആ പട്ടാളക്കാരോട്, ഇസ്ലാമിന്റെ അതിർത്തി കാക്കുന്ന പട്ടാളക്കാരോട് പോലും ഉമർ ഖലീഫ റളിയല്ലാഹു അൻഹു പറഞ്ഞത് 4 മാസത്തിലപ്പുറം നിൽക്കാൻ പാടില്ല. വെറുതെയാണോ എസ് എൻ ജമീൽ പാട്ട് എഴുതിയത്? ബുദാബിയിലുള്ളോരെഴുത്തു പെട്ടി അന്ന് തുറന്നപ്പോൾ കത്തു കിട്ടി, എൻ പ്രിയേ നീ നിന്റെ ഹൃദയം പൊട്ടി, എഴുതിയ കത്തു ഞാൻ കണ്ടു ഞെട്ടി. വലിയ പാടാണിത്. കാരണം എന്താ? നമ്മുടെ കുടുംബ പശ്ചാത്തലം ഇന്ന് മലീമസമായി. എസ് എ ജമീൽ എന്ന് എഴുതിയ പാട്ട് നിങ്ങളാ മനസ്സിലാക്കണം. എന്ന് എഴുതിണ്? അന്ന് കമ്പിയും കൊയലുവാ. 4 ഷോക്ക് ഒരു കത്തങ്ങട്ട് എത്താൻ തന്നെ എത്ര ദിവസം പിടിക്കും? അത് എത്തി വായിച്ച് ഉടനെ കത്ത് മറുപടി അയക്കൂല. പിന്നെ 1 മാസം, 1 ആഴ്ച 2 ആഴ്ച മറുപടിക്കുള്ള തീം ഉണ്ടാക്കുകയാണ്. എന്ന് പറഞ്ഞാല് ഒഴിഞ്ഞിങ്ങനെ ജോലി സ്ഥലത്ത് നിന്ന് ഒഴിഞ്ഞിരുന്ന് പോയിട്ടുണ്ടാവില്ല, കണ്ണിന്ന് ഇങ്ങനെ ഒരു കണ്ണീര് ഒഴിച്ചാണ്. അതൊക്കെ ഒരു രംഗം തന്നെ. ഒരു ഉംറക്ക് പോയപ്പോൾ ഞാനിത് കണ്ടിണ്. ഒരു പെരുന്നാൾക്കൊന്ന് കൂടി നമ്മളെ മലയാളീസിന്റെ റൂമിൽ പോയിരുന്നപ്പോ ഒരു സുഹൃത്ത് സ്വന്തം തലക്കണിന്റെ ചോട്ടിന്ന് ഭാര്യയും കുട്ടി അടങ്ങുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് നെഞ്ഞത്ത് വെച്ചിട്ട് കണ്ണീരൊലിപ്പിക്കുന്ന രംഗം അല്ലേ? അവരയച്ചു കൊടുത്ത പൈസ ഇട്ടാണ് ഇപ്പോൾ സാരി വാങ്ങണത്. അവൻ അയച്ചു കൊടുത്ത പൈസ ഇട്ടാണ് വീട്ടിൽ ചോറ് വെച്ചത്, ബിരിയാണി. നമ്മളെ മലയാളി സുഹൃത്തുക്കള് അന്ന് മാത്രം ബിരിയാണി വെക്കൂല പെരുന്നാളിന്, പിറ്റേന്നോ 2ാം പെരുന്നാളിനോ വെക്കും. കാരണം എന്താ? അതൊക്കെ തിന്നിട്ട് പോവില്ല. അതന്നെ. അങ്ങനെ പ്രവാസ ജീവിതം നയിക്കണ എത്ര ആളുകൾ എന്റെ പ്രിയപ്പെട്ടവർ. അപ്പൊ എസ് എ ജമീൽ പാട്ട് എഴുതിയതിന് വലിയ കാര്യമുണ്ട്. പക്ഷെ ആ പെണ്ണൊരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. മലക്കല്ല പെണ്ണെന്നത് വല്ലാത്തൊരു വാക്കാണ്, മനസ്സിൽ വടിവെച്ചൊരു രട്ടക്കുഴൽ തോക്കാണ്, മാനാഭിമാനമുള്ള പുരുഷന്റെ നേർക്കാണ്, മറുപടി പറയാനായി കഴിയുന്നതുമാർക്കാണ്, തരിച്ചു പോകും ഉള്ളം വിറച്ചു പോകും. അത് വലിയൊരു വാക്കാണ്. നമ്മൾ പാഠം പഠിക്കണം. ഞാൻ ഇനി തലനാരിയെ കീറിയിട്ട് ചർച്ച ചെയ്യുന്നില്ല. അത്യാവശ്യം ബോധമുള്ള ആളുകൾക്കൊക്കെ അതിന്റെ മാന, അതിന്റെ അപ്പുറം മനസ്സിലായിണ്ടാവും അല്ലേ? അത് പ്രവാസ ജീവിതം നമ്മുടെ നാട്ടിൽ സമ്മാനിച്ച ഏറ്റവും വലിയൊരു കാര്യമാണ്. പിന്നെ അദ്ദേഹം ഒന്നും കൂടി വ്യക്താക്കാൻ വേണ്ടി പറഞ്ഞത്, പെണ്ണിന്റെ ആവശ്യം അറിയാത്തൊരു ഭർത്താവ് പൊണ്ണൻ, അവനാണ് അവളുടെ തെറ്റിന്റെ കർത്താവ്, അവസരമാണാവശ്യത്തിന്റെ മാതാവ്, അതിനിടം കൊടുക്കുന്നവൻ വിഡ്ഢികളുടെ നേതാവ്. അല്ലാഹ്, അതിലപ്പുറമൊക്കെ ഇനി പറയാൻ കഴിയും അല്ലേ? എന്താ ഞാൻ മലപ്പുറത്ത് പറയണത് പ്രവാസ ജീവിതം അവസാനിപ്പിക്കാനല്ല. ഈ മലപ്പുറത്ത് ഈ മദ്രസ്, ഈ പള്ളി വേണ്ട, ആയിരക്കണക്കിന് മതസ്ഥാപനങ്ങൾ ആ പ്രവാസിയുടെ ചോരയാണ്. പക്ഷെ ആ പ്രവാസിക്ക് വേണ്ടി എസ് എ ജമീൽ രചിച്ച ആ പാട്ട് ഞാനിവിടെ പാടിയത് എന്തിന്റെ പേരിലാണ്? പാവപ്പെട്ട നമ്മുടെ പ്രവാസിയെ എടുത്ത് ചൂഷണം ചെയ്ത് ആ പാവപ്പെട്ട പ്രവാസിയുടെ കുടുംബം പോലും അവതാളത്തിലാകുന്ന മൊബൈൽ ബന്ധങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടാകുമ്പോ പാവപ്പെട്ടവൻ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നതിന്റെ റിസൾട്ട് നമ്മൾ പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അതിനുവേണ്ടി പറഞ്ഞതാണ്. അവരുടെ ഒരു ഇന്നസെൻസ്, നിരപരാധിത്വം നമ്മൾ അന്വേഷിക്കണം. എന്റെ പ്രിയപ്പെട്ടവർ, എത്ര കഷ്ടപ്പാടാണ് ഗൾഫ് ജീവിതം. എന്നിട്ട് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാരെ വേലി ചാടിച്ച് കൊണ്ടുപോകുന്ന പ്രക്രിയക്ക് മാഫിയകൾ അടക്കം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നാണ്. പാവപ്പെട്ട പെങ്ങളെ, നിനക്കുമുണ്ട് പരലോകം, നമുക്കുമുണ്ട് പരലോകം. അതുകൊണ്ട് ദുനിയാ മസ്റഅത്തുൽ ആഖിറ, ഇത് പരലോകത്തേക്കുള്ള കൃഷിയിടമാണ്. ഇതിനെ നല്ല രീതിയിൽ നമ്മൾ ചെലവഴിക്കുക. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ അവസാനിപ്പിക്കും.